വൺ പീസിന്റെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് ഷാങ്ക്സ്. അക്കാഗാമി അഥവാ റെഡ് ഹെയർ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം റെഡ് ഹെയർ പൈററ്റ്സിന്റെ ക്യാപ്റ്റനും ന്യൂ വേൾഡ് ഭരിക്കുന്ന 4 എംപറർമാരിൽ ഒരാളുമാണ്. പൈററ്റ് കിങ് ഗോൾഡ് റോജറിന്റെ അപ്രന്റീസ് ആയിരുന്ന ഇദ്ദേഹത്തിന് ഇപ്പോൾ ഏകദേശം 39 വയസ്സുണ്ട്. മാർച്ച് 9 ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ. ഈ ഒരു കാലയളവ് കൊണ്ട് പവർഫുള്ളായ ഒരു യോങ്കോ ലെവലിലേക്ക് ഉയരാനും തൻ്റെതായൊരു പേരുണ്ടാക്കിയെടുക്കാനും അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ 32-ാം വയസ്സിലാണ് അദ്ദേഹം ഒരു യോങ്കോ ആയി മാറുന്നത്. 27-28 വയസ്സിനിടയ്ക്ക് ഏകദേശം 1 ബില്യൺ ബൗണ്ടിയോളം മറൈൻസ് ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വിലയിട്ടിരുന്നു. അത് പിന്നീട് 2 ബില്യൺ കടന്ന് ഇപ്പോൾ 4 ബില്യൺ ബൗണ്ടിയോളം എത്തി നിൽക്കുന്നു. ഒരു നോബിൾ ഫാമിലിയിൽ ജനിച്ച ഷാങ്ക്സ് എങ്ങനെ ഒരു പൈററ്റായി മാറി എന്നതിനു പിന്നിൽ മറ്റൊരു കഥയുണ്ട്. ആ ഒരു കഥയിലേക്ക് പോകുന്നതിന് മുമ്പായി വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടാതെ അനിമെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കുക. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഏവർക്കും കോമിക് വണ്ടേഴ്സിൻ്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. വെസ്റ്റ് ബ്ലൂവിനടുത്തുള്ള ഗോട്ട് വാലി എന്ന ഐലൻഡാണ് ഷാങ്ക്സിന്റെ ഹോംലാൻഡ്. ഫിഗർലൻ ഗാർലിങ്ങിന്റെ ഇരട്ട പുത്രന്മാരിൽ ഇളയവനാണ് ഷാങ്ക്സ്. മൂത്തവൻ ഷാംറോക്കും. ഇരുവരുടെയും അമ്മ ഗോട്ട് വാലിയിൽ തന്നെയുള്ള ഒരു സാധാരണ കുടുംബത്തിലെ സ്ത്രീയും. തന്റെ ഭർത്താവിനോടും മക്കളോടും ഏറെ സ്നേഹമുണ്ടായിരുന്ന ആ സ്ത്രീ നിഷ്കരുണമാണ് ഫിഗർലൻ ഗാർലിംഗ് എന്ന ആ ദുഷ്ടന്റെ കൈകൊണ്ട് ഇല്ലാതായത്. എന്തിനു വേണ്ടിയെന്നാൽ മറ്റൊരു സ്ത്രീക്ക് വേണ്ടി. ഗോട്ട് വാലി ഇൻസിഡന്റ് നടക്കുമ്പോൾ ഷാങ്ക്സും ഷാംറോക്കും കൈക്കുഞ്ഞുങ്ങളായിരുന്നു. ഇരുവരുടെയും അമ്മ അവരെ മൂവരെയും സംരക്ഷിച്ച് ഹോളി ലാൻഡിലേക്ക് എത്തിക്കാൻ ഗാർലിങ്ങിനോട് അപേക്ഷിച്ചു. ദുഷ്ടനായ ഗാർലിംഗ് ആകട്ടെ അവരുടെ അമ്മയെ തന്നെ കൊന്നുകളഞ്ഞു. എന്നാൽ പകുതി ജീവൻ ബാക്കിയുണ്ടായിരുന്ന ആ സ്ത്രീ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ ഒരു 17 വയസ്സുകാരൻ മറൈൻ സോൾജറിനോട് അപേക്ഷിച്ചു. ഇരുവരെയും രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ദൗത്യം പരാജയപ്പെട്ടു. ഗോട്ട് വാലിക്ക് ശേഷം പെട്ടി തുറന്നു നോക്കിയ റോജറും സംഘവും കാണുന്നത് ഇരു കൈകളും കാലുകളും മേലേക്കുയർത്തി ഒരു ചെറുപുഞ്ചിരിയോട് കൊഞ്ചുന്ന ചുവന്ന മുടിയോടുകൂടിയ ഒരു കുഞ്ഞിനെയാണ്. പിന്നീട് റോജർ പൈററ്റ്സിലെ ഓരോരുത്തരും അവന്റെ രക്ഷിതാക്കളായി മാറി. അവന്റെ ആ ജേണിയിൽ ഉറ്റ സുഹൃത്തും ഒരു സഹോദരനുമായി വന്നവനാണ് ബഗ്ഗി. റോജറിനൊപ്പം ഒരുപാടിടങ്ങളിൽ സഞ്ചരിച്ചെങ്കിലും വൺ പീസ് ഉള്ള ആ ഒരിടത്തേക്ക് എത്താൻ അവരെ കൊണ്ട് സാധിച്ചില്ല. പകരം തന്റെ സ്വന്തം ക്രൂ മെമ്പേഴ്സിനൊപ്പം പൊയ്ക്കോളാമെന്ന് റോജറിന് വാക്ക് നൽകി. എന്നാൽ അദ്ദേഹം ഇതുവരെയും അതിനുവേണ്ടി ശ്രമിച്ചതുമില്ല. തന്റെ 9-ാം വയസ്സിലാണ് റോജറിന്റെ എക്സിക്യൂഷൻ. അതിനുശേഷം മരീജോയ്സിലേക്ക് പോയ ഷാങ്ക്സ് വോയിഡ് സെഞ്ചുറിയെക്കുറിച്ചും ഇമുവിനെ പറ്റിയുമെല്ലാം ഒരു ഏകദേശ രൂപം മനസ്സിലാക്കുകയും ജോയ്ബോയുടെ അതേ വില്ലോടുകൂടി 20 വർഷങ്ങൾക്ക് ശേഷം ഒരുവൻ ജനിക്കുമെന്നും അവനായിരിക്കും ഈ വേൾഡിനെ ചേഞ്ച് ചെയ്യാൻ പോകുന്നതെന്നും മനസ്സിലാക്കിയതിനാൽ പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് അദ്ദേഹം വെയിറ്റ് ചെയ്തിരുന്നത്. ഒരുപക്ഷെ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നതിന് ഒരു ഫലം കണ്ടത് വാനോ ആർക്കിലാണെന്ന് തന്നെ പറയാം. ലൂഫിയുടെ നീക്കയെ മനസ്സിലാക്കിയ ആ നേരം തന്നെ ബെന്നിനോട് പറയുന്നുണ്ട്, ഇതുവരെയും താൻ ക്ലെയിം ചെയ്യാൻ പോകാത്ത വൺ പീസ് ഇനി നമുക്ക് ക്ലെയിം ചെയ്യാൻ സമയമായി എന്ന്. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം വെയിറ്റ് ചെയ്തിരുന്നത് ഈ ഒരു മൊമെന്റിനു വേണ്ടിയാണെന്ന്. ഷാങ്ക്സിനെ പോലെ വളരെ പവർഫുൾ ആയവർ തന്നെയാണ് തൻ്റെ പൈററ്റ് ഗ്രൂപ്പിലുള്ളതും. പണ്ട് റോജർ എങ്ങനെയാണോ തൻ്റെ സ്ട്രെങ്ത് ലോകത്തെ അറിയിച്ചത് അതേ രീതിയിൽ തന്നെയാണ് ഷാങ്ക്സും ഷാങ്ക്സിൻ്റെ ക്രൂ മെമ്പേഴ്സും. ഒരാൾക്ക് പോലും ഒരു തരത്തിലുള്ള ഡെവിൾ ഫ്രൂട്ടിൻ്റെയും പവേഴ്സ് ഇല്ല. പകരം ഇമ്മെൻസ് ആയിട്ടുള്ള ഹാക്കി പവർ ആർജിച്ചെടുത്തവരാണ് അവരിൽ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ അവരോട് എതിരിടാൻ പോകുന്നതിനു മുമ്പായി ശത്രുക്കൾ രണ്ടാമതൊന്നുകൂടി ചിന്തിക്കേണ്ടി വരും. ബിഗ് മോമിനെ പരാജയപ്പെടുത്തിയെന്ന വീര്യത്തോടെ ഷാങ്ക്സിനെ ഡിഫീറ്റ് ചെയ്യാൻ പോയ കിഡിൻ്റെ അവസ്ഥയും റെഡ് ഹെയർ പൈററ്റിൻ്റെ ജോളി റോജർ കത്തിച്ച ബാർത്തലോമേൻ്റെ അവസ്ഥയും ഞാൻ പറയണ്ടല്ലോ. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും പവർഫുള്ളാണ് ഷാങ്ക്സ്. അത് മനസ്സിലാക്കാൻ ഒരു ഇൻസിഡൻറ്റ് തന്നെ ധാരാളം. അനിമൽ കിങ്ഡത്തിൻ്റെ അഥവാ ബീസ്റ്റ് പൈററ്റിൻ്റെ ക്യാപ്റ്റനും ആജാനുബാഹുവുമായിരുന്ന കൈഡോയെ മറൈൻ ഫോർഡിലേക്ക് വരാതെ സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചത് ഒരേ ഒരാൾക്കാണ്. ഷാങ്ക്സ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളെയും ഏവരും എന്തിന് മറൈൻസ് പോലും ബഹുമാനിച്ചിരുന്നു. വേൾഡ് ഗവൺമെന്റിനെ പറ്റിയുള്ള സത്യങ്ങൾ മനസ്സിലാക്കിയ ഷാങ്ക്സ് ഗൊമുഗൊമു നോമി അഥവാ ഹിറ്റോ ഹിറ്റോ നോമി സൺഗോഡ് നീക്കയുടെ പവറുള്ള ആ ഒരു ഡെവിൾ ഫ്രൂട്ടിനെ അവരുടെ കൈകളിൽ എത്താതിരിക്കാനാണ് മോഷ്ടിക്കുന്നത്. എന്നാൽ അത് അപ്രതീക്ഷിതമായി ലൂഫി കഴിക്കുന്നതിലൂടെ ലൂഫിയെ പിന്നീട് തൻ്റെ ജീവൻ കൊടുത്തും സംരക്ഷിക്കുന്നു. അതിലൂടെ തൻ്റെ ഇടതുകൈ തനിക്ക് നഷ്ടമായെങ്കിലും ലൂഫിയെ രക്ഷിച്ചതിൽ അയാൾ വളരെയധികം സന്തോഷവാനായിരുന്നു. തൻ്റെ ക്യാപ്റ്റനായ ഗോൾഡ് റോജർ നൽകിയ ആ സ്ട്രോ ഹാറ്റ് അത് പിന്നീട് ലൂഫിക്ക് നൽകുന്നതിലൂടെ തൻ്റെയും തൻ്റെ ക്യാപ്റ്റൻ്റെയും ഡ്രീം നിറവേറ്റാൻ പോകുന്നത് ഇവനാണ് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഷാങ്ക്സിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസിനെ പറ്റി നോക്കിയാൽ
ഹാക്കിയോടൊപ്പം മികച്ചൊരു സോർട്സ്മാൻ കൂടിയാണ് ഷാങ്സ്. ഒബ്സർവേഷൻ ഹാക്കി, ആർമമെന്റ് ഹാക്കി, കോൺഗർ ഹാക്കി എന്നിങ്ങനെ 3 ടൈപ്പ് ഹാക്കിയെ മാസ്റ്റർ ചെയ്തിരിക്കുന്നതിനാൽ ഇദ്ദേഹത്തിന് ഒരു സോർട്സ്മാൻ എന്ന നിലയ്ക്ക് വളരെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. 12 സുപ്രീം ഗ്രേഡ് സോർട്സിൽ ഒന്നാണ് ഷാങ്സിൻ്റേത്. ഗ്രിഫോൺ അഥവാ ഗ്രിഫിൻ എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഒരു സേബർ ടൈപ്പ് അഥവാ നീണ്ട വളവോടുകൂടിയ ഈ വാള് ഇമ്മൻസ് ആയിട്ടുള്ള ഹാക്കി ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഡിവൈൻ ഡിപ്പാർച്ചർ, സ്ട്രൈക്ക് ഫോർ ദ ന്യൂ വേൾഡ്, ടു ദ ഹൈറ്റ് ഓഫ് പൈറസി ഇവയെല്ലാം ഈ സോഡിന്റെ പവർഫുൾ അറ്റാക്സ് ആണ്. ഇതെല്ലാം സുപ്രീം കിങ് ഹാക്കി എമിറ്റ് ചെയ്ത് ഒപ്പോണന്റിന് നല്ല രീതിയിലുള്ള ഡാമേജുകൾ നൽകുന്നു. ഇടതുകൈ നഷ്ടമായെങ്കിലും ഇപ്പോഴും ആ വാളെടുത്ത് വീശുന്നതിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. അതിനാൽ മികച്ചൊരു സോർട്സ്മാനായി ഷാങ്സ് വൺ പീസ് വേൾഡിൽ നിറഞ്ഞു നിൽക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് ഷാങ്സിനെയും ഷാങ്സിൻ്റെ ക്രൂവിനെയും ഇഷ്ടമാണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.